Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ഒരു ക്ലാസ് നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ? ഒരു ക്ലാസ് അല്ലേ മിസ് എടുത്തുള്ളൂ? അതെ. അതെ മാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിരുന്നു. അതിനുശേഷം ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു അല്ലേ? എന്തിന്റെയൊക്കെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു മാം. പറഞ്ഞു മാം. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ് അല്ലെ? എല്ലാം ഒരുപോലെയല്ല എന്ന് പറഞ്ഞിരുന്നു. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ, അതിൻ്റെതായിട്ടുള്ള സ്ട്രെങ്ത്, ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിധികൾ ഒക്കെ ഉണ്ട് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് എന്തിന്റെയൊക്കെ ബേസിസിലായിരുന്നു? സൈസ് അല്ലെ? ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനനുസരിച്ച് ലെവൽ ഓഫ് കെയർ, ഏത് ലെവൽ ഓഫ് പരിചരണമാണ് അവർ കൊടുക്കുന്നത്, അതിനനുസരിച്ച് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി, എന്ത് സ്പെഷ്യാലിറ്റി ആണ് ആ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്, ഏത് തരത്തിലുള്ള ചികിത്സാ സ്പെഷ്യാലിറ്റിയാണ്, അതിനനുസരിച്ച് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട രീതിയിൽ. അതുപോലെ സിസ്റ്റം ഓഫ് മെഡിസിൻ, ഏത് വൈദ്യശാസ്ത്ര സമ്പ്രദായമാണ് അവർ ഫോളോ ചെയ്യുന്നത്, അതിനനുസരിച്ച്. അതുപോലെ ലെങ്ത് ഓഫ് സ്റ്റേ, എത്ര ദിവസം നമ്മൾ അവിടുത്തെ സ്റ്റേ എത്ര ദിവസമാണ്, അതിനനുസരിച്ചുള്ള രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് സൈസ് എന്ന് പറയുന്നത്. സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? എന്തിന്റെ ബേസിസിലാണ് നമ്മൾ സൈസ് നോക്കുന്നത്? എന്തിന്റെ ബേസിസിലാ? ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും? എന്ത് വെച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ മിസ്? പറഞ്ഞില്ലേ? എന്തിന്റെ ബേസിസിലാണ് നമ്മൾ സൈസ് മെഷർ ചെയ്യുന്നത്? ഇൻപേഷ്യന്റ് ബെഡുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെ? വെരി ഗുഡ്. ഇൻപേഷ്യന്റ് ബെഡുകളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അപ്പൊ എത്രത്തോളം നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ഉണ്ടോ അതിനനുസരിച്ചാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റല് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല് വാഗ്ദാനം ചെയ്യുന്ന നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് ആ ഹോസ്പിറ്റലിന്റെ സൈസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിന്റെ സൈസ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ആ സൈസിനെ അടിസ്ഥാനമാക്കി ഹോസ്പിറ്റലിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തതാണ് സ്മോൾ ഹോസ്പിറ്റൽസ്, സെക്കൻഡ് വൺ ആണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്, തേർഡ് വൺ ആണ് ലാർജ് ഹോസ്പിറ്റൽസ്. അത് ജസ്റ്റ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായല്ലോ. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലല്ലോ. ഡീറ്റെയിൽ ആയി പറഞ്ഞു ഇവിടെ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുള്ളൂ അല്ലേ? എന്താണ് സ്മോൾ ഹോസ്പിറ്റൽ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ, സ്മോൾ ഹോസ്പിറ്റൽസ്. സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ? ഹോസ്പിറ്റൽ വിത്ത് അപ്രോക്സിമേറ്റ്ലി 30 or less beds are generally recognized as small hospital. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അപ്പൊ അത് the hospital with approximately 30 or less beds, ഒരു 30 ബെഡോ അതിൽ കുറവോ വരുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ ജനറലി എന്തെന്ന് അംഗീകരിക്കുന്നത്? സ്മോൾ ഹോസ്പിറ്റൽ ആയിട്ട് അംഗീകരിക്കുന്നത്. Small hospitals have limited resources and do not offer highly end care. നമുക്കറിയാം ഒരു ചെറിയ ആശുപത്രി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് നല്ല രീതിയിലുള്ള റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവില്ല, ഒരുപാട് അതിനനുസരിച്ചുള്ള മറ്റ് സ്റ്റാഫുകളോ എക്യുപ്മെന്റ്സോ ഒന്നും ഉണ്ടാവില്ല അല്ലെ? ബേസിക് ആയിട്ടുള്ള കെയർ കൊടുക്കാനുള്ള തരത്തിലുള്ള സാധനങ്ങളും ഉപകരണങ്ങളും എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാരും ഒക്കെ ഉണ്ടാവുള്ളൂ.
അതിനനുസരിച്ച് ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ, നല്ല ഉയർന്ന രീതിയിലുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ നല്ല അറ്റ്മോസ്റ്റ് വളരെ നല്ല മികച്ച രീതിയിലുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ ഒരു കെയർ ഒന്നും നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരത് ഓഫർ ചെയ്യുന്നില്ല. The majority of the hospital in India are small hospital, especially in suburban and rural areas. നമുക്കറിയാം നമ്മുടെ പ്രാദേശികപരമായിട്ട് പ്രാദേശിക ഏരിയാസിലെ പ്രദേശമായി നമ്മുടെ വീടുകളിലെ ഏരിയാസിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റൽ ഇന്ത്യയിലെ ഒരു ഹോസ്പിറ്റലിൽ എടുത്തു നോക്കുമ്പോൾ മെജോറിറ്റി ഹോസ്പിറ്റൽ എങ്ങനെയുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് സ്മോൾ ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു ഏരിയ എടുത്ത് നോക്കി നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയയില് മിക്ക ഹോസ്പിറ്റലും ഒരുപാട് വലിയ ഹോസ്പിറ്റലിൽ ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ഇതുപോലെയുള്ള സ്മോൾ ഹോസ്പിറ്റൽസ് ആയിരിക്കില്ലേ അല്ലെ. ഒരുപാട് അതായത് നമ്മുടെ അർബൻ സബ് അർബൻ ഏരിയാസിലായിക്കോട്ടെ റൂറൽ ഏരിയാസിലായിക്കോട്ടെ നമ്മുടെ വളരെ വളരെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആയിക്കോട്ടെ നമുക്കുള്ള ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് സ്മോൾ ഹോസ്പിറ്റൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസ് മെജോറിറ്റി നമ്മുടെ ഹോസ്പിറ്റൽസ് ഇന്ത്യയിലെ എന്ന് പറയുന്നത് സ്മോൾ ഹോസ്പിറ്റൽ ആയിരിക്കും. ലാർജ് ഹോസ്പിറ്റലൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമ്പേഴ്സ് കുറവായിരിക്കും ഉണ്ട്, എന്നാൽ പോലും ഈ സ്മോൾ ഹോസ്പിറ്റൽ അത്രയും നമ്പേഴ്സ് അവിടെ ഉണ്ടാവില്ല എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Then it is a common practice in small hospital to outsource various services such as laboratory, radiology, pharmacy മുതലായവ. നമുക്കറിയാം ഒരു സ്മോൾ ഹോസ്പിറ്റലിൽ നമ്മൾ പോവാറുണ്ട് ഇല്ലേ, നിങ്ങൾ പോവാറില്ലേ? ചെറിയ ആശുപത്രികളിലൊക്കെ പോവാറില്ലേ? നമ്മുടെ വീടുകളുടെ ഒക്കെ അടുത്തുള്ള നമുക്ക് ചെറിയ ഹോസ്പിറ്റലുകളിലൊക്കെ പോവാറില്ലേ? അപ്പൊ അവിടെ ചെല്ലുമ്പോ നമുക്ക് അവിടെ ഒരു ലബോറട്ടറി സർവീസ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സ്റേയോ സ്കാനിങ്ങോ അല്ലെങ്കിൽ മരുന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ അവർ എന്ത് ചെയ്താൽ തരാറ്? പുറത്തിട്ട് റെഫർ ചെയ്ത് തരും അല്ലെ, എഴുതി തരും അല്ലേ, പുറത്ത് പോയി ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പുറത്ത് പോയി ഇപ്പൊ ലാബ് ടെസ്റ്റുകളാണെങ്കിൽ പുറത്തേക്ക് എഴുതി തരും ഇല്ലേ. ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഇപ്പൊ ഒരു എക്സ്റേ എടുക്കണോ അല്ലെങ്കിൽ ഒരു സ്കാനിങ് ചെയ്യണോ അതിനൊക്കെ അവർ എന്ത് ചെയ്യും? എഴുതിത്തരും അല്ലെ. അതുപോലെ തന്നെ അവരുടെ മരുന്നുകൾ അവിടെ അവൈലബിൾ അല്ലാത്ത മെഡിസിൻസ് ആണ് ഉള്ളതെങ്കിൽ അവരെന്ത് ചെയ്യും? ഫാർമസിയുമായി ബന്ധപ്പെട്ട് വാങ്ങണമെങ്കിൽ അത് പുറത്തേക്ക് റെഫർ ചെയ്യാണ് ചെയ്യാം അല്ലേ. അപ്പൊ എപ്പോഴും ഇങ്ങനെയുള്ള സ്മോൾ ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള ഒരു രീതിയാണ് ഔട്ട്സോഴ്സ് ചെയ്യുക. അതായത് പുറമേ ഉള്ള ഏജൻസികളെ എന്ത് ചെയ്യുക? ആശ്രയിച്ചുകൊണ്ട് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഒരു ലബോറട്ടറി സർവീസ് ക്ലാസ് സ്ഥാപനത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, അപ്പൊ അവരെന്ത് ചെയ്യും? നമുക്ക് ഡോക്ടേഴ്സ് അത് ചെയ്താൽ മാത്രമേ നമുക്ക് രോഗം കണ്ടുപിടിക്കാനായിട്ട് രോഗനിർണയം നടത്താൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പുറത്തേക്ക് ഏതെങ്കിലും ആ ഹോസ്പിറ്റലിലെ അടുത്തുള്ള നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും സെന്ററുകളിലേക്ക് റെഫർ ചെയ്യാണ് ചെയ്യുക അല്ലേ. പോയി ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ? ലാബുകളിൽ പോയിട്ടുണ്ടാവും നമ്മൾ അല്ലെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും, പുറത്തു നിന്ന് മരുന്നുകൾ വാങ്ങിയിട്ടുണ്ടാവും ഇല്ലേ. അങ്ങനെയുള്ള സ്മോൾ ഹോസ്പിറ്റലൊക്കെ എപ്പോഴും ഔട്ട്സോഴ്സ് സർവീസുകളെയാണ്, പുറമേ നിന്നുള്ള ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള സേവനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. Then emergency care, intensive care and surgical care facilities are usually at a very basic level in small hospital. ഒരു ചെറിയ ആശുപത്രി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു എമർജൻസി കെയർ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കരുത്. സാധാരണ രീതിയിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ ഫസ്റ്റ് എയ്ഡ് പോലെയുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ICU പോലെയുള്ളവയോ സർജിക്കൽ കെയർ ഫെസിലിറ്റി ഒക്കെ വളരെ ബേസിക് ലെവലിലുള്ള വളരെ ബേസിക് ലെവലിലുള്ള കെയർ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെയറോ കാര്യങ്ങളോ എമർജൻസി സർവീസുകളോ ഇന്റൻസീവ് കെയർ യൂണിറ്റുകളോ ഒന്നും ഒരിക്കലും ഒരു സ്മോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഒരു സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 30 or less ബെഡ്സ് ആയിരിക്കും. 30 അല്ലെങ്കിൽ 30 താഴെ ബെഡുകളുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്തിൽ അംഗീകരിക്കുന്നത്? സ്മോൾ ഹോസ്പിറ്റൽ ആയിട്ട് അംഗീകരിക്കുന്നത്. അപ്പൊ സ്മോൾ ഹോസ്പിറ്റൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ മറ്റു വിഭവങ്ങൾ കുറവായിരിക്കും. അതുപോലെ തന്നെ അവരൊരിക്കലും ഒരു ഉയർന്ന ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ഉയർന്ന പരിചരണം വാഗ്ദാനം ചെയ്യുന്നുമില്ല. അതുപോലെ തന്നെ ഒരു ഇന്ത്യയിലെ മെജോറിറ്റി ഹോസ്പിറ്റലുകളും സ്മോൾ ഹോസ്പിറ്റലാണ്. പ്രത്യേകിച്ച് നമ്മുടെ റൂറൽ ഏരിയാസ് ഗ്രാമപ്രദേശങ്ങളിൽ സബ് അർബൻ ഏരിയാസിലൊക്കെ ഇതുപോലെയുള്ള സ്മോൾ ഹോസ്പിറ്റലാണ് കൂടുതലും കാണപ്പെടുന്നത്. ഇവിടുത്തെ ഒരു കോമൺ ആയിട്ടുള്ള രീതിയാണ് ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുക? ലബോറട്ടറി സർവീസുകളോ റേഡിയോളജി സർവീസുകളോ അല്ലെങ്കിൽ ഇപ്പൊ ഫാർമസിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളോ വേണമെങ്കിൽ ഔട്ട്സോഴ്സിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഒരു ഏജൻസിയെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സ്മോൾ ഹോസ്പിറ്റലിലെ എമർജൻസി കെയർ ആയിക്കോട്ടെ, ഇന്റൻസീവ് കെയർ ആയിക്കോട്ടെ, സർജിക്കൽ പരിചരണങ്ങൾ അല്ലെങ്കിൽ കെയർ ഫെസിലിറ്റി ആയിക്കോട്ടെ, അതെല്ലാം വളരെ ബേസിക് ലെവലിൽ മാത്രമേ ഇതിന് നൽകുകയുള്ളൂ.
വേഗം ഒന്ന് വായിച്ചു നോക്കി സ്മോൾ ഹോസ്പിറ്റല്. വായിച്ചു കഴിയുന്നവരും റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് വൺ ആണ് mid-sized hospitals. Mid-sized hospital typically having 30 to 100 beds are very popular in India. നമ്മളെ ചെയ്തിട്ട് ഇവിടെയൊക്കെ ബെഡുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളോട് ചോദിക്കാം കേട്ടോ, ഏത് ബെഡാണ് ഇത് അപ്രോക്സിമേറ്റ്ലി 30 ഓർ ലെസ് ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റലുകളാണ്. അപ്പൊ എന്താണ് typically having 30 മുതൽ 100 വരെ റേഞ്ച് ആണ്. 30 മുതൽ 100 ബെഡുകൾ വരെയാണെങ്കിൽ അതിനെ മിഡ് സൈസ് ഹോസ്പിറ്റൽ എന്നാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. They have more resource than small hospital and are better equipped to provide complex services. However, they are not so comprehensive as large hospital. But നമ്മളൊരു സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മിഡ് സൈസ് ഹോസ്പിറ്റൽ എങ്ങനെയാണ്, കുറച്ചും കൂടി കോംപ്രഹെൻസീവ് ആണ്. സങ്കീർണമായിട്ടുള്ള എന്താണ് ഫെസിലിറ്റീസും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എക്യുപ്മെന്റുകളും ഒക്കെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. എന്നാൽ ഒരു ലാർജ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയധികം സങ്കീർണമായിട്ടുള്ള പ്രോസസ്സുകളോ കെയർ ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ പോലും സ്മോൾ ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എക്യുപ്മെന്റ് ആയിട്ടുള്ള സജ്ജീകരിച്ചിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കെയറുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടിന്റെയും ഒരു മധ്യത്തിൽ നിൽക്കുന്നതാണ് അല്ലെ. They generally offer reasonable level of emergency and intensive care and will have most of the clinical support service such as diagnostics and in-house service, non-clinical services such as food delivery, food service, laundry, housekeeping, etc. usually outsourced in a mid-sized hospital. ഒരു mid-sized hospital ആകുമ്പോൾ ഒരു സ്മോൾ ഹോസ്പിറ്റലിൽ നമുക്ക് വലിയ രീതിയിലുള്ള പരിചരണവും കാര്യങ്ങളും ഒന്നും ഒരു ബേസിക് ലെവലിൽ തരുന്നുള്ളൂ. അതിനും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റലിൽ തരാൻ പറ്റും. അതിപ്പോൾ എമർജൻസി കെയർ ആയിക്കോട്ടെ, ഇന്റൻസീവ് കെയർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസ് ഡയഗ്നോസ് ചെയ്യണം, രോഗനിർണയം നടത്തണം, അതൊക്കെ നമുക്ക് ഇൻഹൗസ് സർവീസ് ആയിട്ട്. എന്ന് വെച്ചാൽ എന്താണ്, ആ സ്ഥാപനത്തിനുള്ളിൽ തന്നെ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ തന്നെ നമുക്ക് എല്ലാ സർവീസും കിട്ടും എന്ന രീതിയാണ് ഇൻഹൗസ് സർവീസ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ പുറമേ പോയി ചെയ്യണം നമ്മൾ. ഇതാകുമ്പോൾ മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റൽ ആകുമ്പോൾ ഡയഗ്നോസിസ്, റേഡിയോളജി ആയിക്കോട്ടെ, ലബോറട്ടറി ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ആ സ്ഥാപനത്തിൽ ആ ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് തന്നെ ആ സർവീസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓൾമോസ്റ്റ് മിക്ക രീതിയിലുള്ള സർവീസുകളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ സജ്ജീകരിച്ച രീതിയിൽ നമുക്ക് മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റലിൽ കിട്ടും. അതേസമയം നോൺ ക്ലിനിക്കൽ സർവീസുകൾ, ഇത് ചികിത്സാപരമല്ലാത്ത സേവനങ്ങൾ, അതായത് ഇപ്പോ ഫുഡ് സർവീസ്, അതായത് ക്യാൻറ്റീൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ലോണ്ടറി, അലക്കുശാലകള്, അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ്, ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റൽ അത് പുറമേ കൊടുത്ത് പുറത്തെ ഏജൻസികൾ വഴിയായിരിക്കും ചെയ്യുന്നത്. കാരണം ചെറിയൊരു ഹോസ്പിറ്റൽ ആവുമ്പോൾ അവിടെ ഒരു ക്യാൻറ്റീൻ സജ്ജമാക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ഫുഡ് സർവീസ് സജ്ജമാക്കുക, ഒരു ലോണ്ടറി അല്ലെങ്കിൽ ഒരു അലക്കശാല കൊണ്ടുവരിക, അങ്ങനെയൊക്കെ പറയുന്നത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. കാരണം അതിനനുസരിച്ചുള്ള ഉപകരണങ്ങളും സാധനങ്ങളും സ്റ്റാഫുകളും ഒക്കെ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള പേഷ്യൻസേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഒരുപാട് സർവീസുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ അഫോർഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹോസ്പിറ്റലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, അത് പുറമേ കൊടുത്ത് പുറത്തെ ഏജൻസികൾക്ക് കോൺട്രാക്ടുകൾ കൊടുത്ത് അവരിലൂടെയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സർവീസ്, അതായത് ചികിത്സാപരമല്ലാത്ത സേവനങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് മുതലായവ ഒരു മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കും, ഔട്ട്സോഴ്സ്ഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതേസമയം
ബാക്കിയുള്ള ഓൾമോസ്റ്റ് നമ്മുടെ സ്മോൾ ഹോസ്പിറ്റലിൽ കിട്ടാത്ത രീതിയിലുള്ള എമർജൻസി കെയറും ഇന്റൻസീവ് കെയർ യൂണിറ്റുകള്, അതുപോലെ സർജിക്കൽ ഫെസിലിറ്റികള്, ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇതെല്ലാം ഓൾമോസ്റ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സജ്ജീകരിച്ച നിലയിൽ നമുക്ക് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ കിട്ടും. അപ്പൊ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റല് ടിപ്പിക്കലി എത്ര മുതൽ എത്ര വരെയാണ് അതിന്റെ റേഞ്ച്? 30 മുതൽ 100 ബെഡുകൾ വരെയാണ് നമ്മൾ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്മോൾ ഹോസ്പിറ്റലിനെയും ലാർജ് ഹോസ്പിറ്റലിനെയും അപേക്ഷിച്ച് ഇതൊരു മധ്യത്തിൽ നിൽക്കുന്ന നമുക്ക് പറയാൻ പറ്റും. സ്മോൾ ഹോസ്പിറ്റലിൽ കൊടുക്കാത്ത കെയറും കാര്യങ്ങളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് മിഡ് സൈസിൽ കൊടുക്കാൻ പറ്റും. എന്നാൽ ഒരു ലാർജ് ഹോസ്പിറ്റലിനെ കൺസിഡർ ചെയ്യുമ്പോൾ ലാർജ് ഹോസ്പിറ്റലിന് അത്രയും കെയറും കാര്യങ്ങളൊന്നും ഇവര് കൊടുക്കുന്നില്ല, അത്രയും എത്തുന്നുമില്ല. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ജനറലി അതിന്റെ റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി, നമുക്ക് എമർജൻസി സർവീസിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള പരിചരണങ്ങളൊക്കെ കിട്ടും. സർജിക്കൽ പരമായിട്ടായിക്കോട്ടെ, ഇന്റൻസീവ് കെയർ ഫെസിലിറ്റികളായിക്കോട്ടെ, അങ്ങനെയുള്ള ക്ലിനിക്കൽ സർവീസുകൾ, അതുപോലെ തന്നെ ഡയഗ്നോസിക്സുമായി ബന്ധപ്പെട്ട ക്ലിനിക്കൽ സർവീസുകളൊക്കെ നമുക്ക് ഇൻഹൗസ് ആയിട്ട് ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ നമുക്ക് ലഭ്യമാകും. അതേസമയം നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ, അതായത് ചികിത്സാപരമല്ലാത്ത സർവീസുകളായിക്കോട്ടെ, അതിനുള്ള ഫുഡ് സർവീസ്, ലോണ്ട്രി, ഹൗസ് കീപ്പിംഗ് മുതലായവയൊക്കെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ പുറമെ കൊടുത്തൊരു പുറത്തെ ഏജൻസിയെ സമീപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആശ്രയിച്ചുകൊണ്ടാണ് ചെയ്തു വരുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? തേർഡ് വണ്ണിലേക്ക് പോവാണ്. Large hospitals. Hospital with more than 100 beds are recognized as large hospital. ഇപ്പോ 100 ബെഡിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Very often these hospitals offer, അത് ആദ്യത്തെ സെന്റൻസുകളൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ? Very often these hospitals offer multiple specialty and super specialty services. Large hospitals have plentiful resources to handle large number of patients and complex health issues. അപ്പോൾ ഒരു ലാർജ് ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ 100 ബെഡിൽ കൂടുതൽ സർവീസുകൾ, 100 ബെഡിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് മോർ ദാൻ 100 ബെഡ്സ് എന്നാണ് പറയുന്നത് ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ട് പലതരത്തിലുള്ള സ്പെഷ്യാലിറ്റി സർവീസുകള്, സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകളൊക്കെ നമുക്ക് ഒരു ലാർജ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കും. അതോടൊപ്പം തന്നെ ഒരു ലാർജ് ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ഒരുപാട് വിവിധ തരത്തിലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലോ അതുമായി ബന്ധപ്പെട്ട് എത്ര പേഷ്യൻസ് വന്നാലും അവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങളൊക്കെ സമൃദ്ധമായിട്ട് നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. ഇപ്പൊ പേഷ്യൻസ് സ്റ്റാഫുകളുടെ എണ്ണത്തിലായിക്കോട്ടെ, അവിടുത്തെ ഉപകരണങ്ങളുടെ എണ്ണത്തിലായിക്കോട്ടെ, മറ്റു ഫെസിലിറ്റികളായിക്കോട്ടെ, എല്ലാം ഒരു ലാർജ് ഹോസ്പിറ്റലിൽ മികച്ചതായിരിക്കും. ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് വന്നാൽ പോലും നമുക്ക് കൃത്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായ എല്ലാ വിഭവങ്ങളും ഒരു ലാർജ് ഹോസ്പിറ്റലിൽ സജ്ജമായിരിക്കും. Then they typically have completely developed ഒരു ICU, നല്ല പൂർണ്ണമായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഒരു ICU ഉണ്ടായിരിക്കും, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഉണ്ടായിരിക്കും, എമർജൻസി കെയർ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും, ആൻഡ് ഓൾ അതർ ക്ലിനിക്കൽ സപ്പോർട്ട് യൂണിറ്റ്സ് സച്ച് ആസ് ലബോറട്ടറി ആൻഡ് റേഡിയോളജി. 2 പ്രാവശ്യം ലബോറട്ടറി വന്നിട്ടുണ്ട് കേട്ടോ, ഒറ്റരെണ്ണം മതിയെ. ലബോറട്ടറി അതുപോലെ തന്നെ റേഡിയോളജി സർവീസുകൾ മുതലായവയ്ക്ക് നമുക്ക് അവിടെ നല്ല സർവീസ്, നല്ല രീതിയിൽ പുതിയ എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ സർവീസുകളും നമുക്ക് ഒരു ലാർജ് ഹോസ്പിറ്റലിൽ നിന്നും ലഭ്യമാക്കി കിട്ടും. ഒരു ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ 100 ബെഡ്സിൽ
കൂടുതലുള്ളവയാണ് ലാർജ് ഹോസ്പിറ്റലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ലാർജ് ഹോസ്പിറ്റലില് എല്ലാ തരത്തിലുമുള്ള അതായത് സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി സർവീസുകൾ എല്ലാം നമുക്ക് ലഭ്യമാകും. അതുപോലെ എത്ര നമ്പർ ഓഫ് പേഷ്യൻസ് വന്നാലും എത്ര സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോടുകൂടി വന്നാലും അതിനൊക്കെ കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായ വിഭവങ്ങൾ സ്റ്റാഫുകളുടെ ആയിക്കോട്ടെ, എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, പുതിയ പുതിയ അഡ്വാൻസ് ടെക്നോളജീസ് ആയിക്കോട്ടെ, ഫെസിലിറ്റികൾ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് അവിടെ ലാർജ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ICU യൂണിറ്റ് ഉണ്ടായിരിക്കും, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഉണ്ടായിരിക്കും, എമർജൻസി കെയർ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട ലബോറട്ടറികളോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളോ എല്ലാം ഒരു ലാർജ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മികച്ചതായിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ ലാർജ് ഹോസ്പിറ്റൽ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ കഴിഞ്ഞു കേട്ടോ. സൈസ് ആയിരുന്നു നമ്മൾ ഫസ്റ്റ് എണ്ണത്തില് 3 എണ്ണമായിട്ട് പഠിച്ചത്, സ്മോള്, മിഡ് സൈസ്, ലാർജ് ഹോസ്പിറ്റൽ. ഇനി രണ്ടാമത്തത് ലെവൽസ് ഓഫ് കെയർ. ഇങ്ങനെയുള്ള പരിചരണമാണ്, ഏത് ലെവലിലുള്ള പരിചരണമാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച്. അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈയിങ് ഹോസ്പിറ്റൽ ഈസ് ലെവൽ ഓഫ് കെയർ which are basically 3 primary, secondary care and tertiary care. അപ്പൊ അത് ബേസിസ് എന്തിന്റെ ബേസിസില? ലെവൽ ഓഫ് കെയറിന്റെ ബേസിസില് ഹോസ്പിറ്റൽസിനെ 3 ആയിട്ട് നമുക്ക് തിരിക്കാം. ഫസ്റ്റ് വൺ ആണ് പ്രൈമറി കെയർ, സെക്കൻഡ് വൺ ആണ് സെക്കൻഡറി കെയർ, ആൻഡ് തേർഡ് വൺ ആണ് ടെർഷ്യറി കെയർ. അതിൽ ഫസ്റ്റ് വൺ പ്രൈമറി കെയർ എന്ന് പറഞ്ഞാല് the hospital that provide basic medical care such as outpatient consultation, vaccination, medicine for simple ailment or seasonal infection, normal deliveries, etc. are called primary care hospital. അപ്പൊ ഒരു പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് പോയിന്റ്. പ്രൈമറി കെയർ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയാണ് വളരെ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയറുകൾ, വൈദ്യ പരിചരണങ്ങൾ മാത്രമേ ഉള്ളത്. ഇപ്പൊ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ നൽകും, അതുപോലെ തന്നെ വാക്സിനേഷൻസ് നൽകും, അതുപോലെ മെഡിസിൻസ്, അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയ രീതിയിലുള്ള രോഗങ്ങൾക്കോ, അതിപ്പോ സീസണൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, ഇപ്പോ ഫീവറോ അതുപോലെയുള്ള എന്തെങ്കിലും കഫോ അങ്ങനെ എന്തെങ്കിലും സീസണൽ ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസോ കാര്യങ്ങൾക്കോ വേണ്ടിയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യ പരിചരണങ്ങൾ, ഇപ്പൊ നോർമൽ ഡെലിവറി അങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള എലിമെന്റ്സ് അല്ലെങ്കിൽ അസുഖങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള മരുന്നുകള്, അതുപോലെ തന്നെ വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷനും നടത്തുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ പ്രൈമറി കെയർ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഗവൺമെന്റ് സംവിധാനത്തില് അതിന് എക്സാമ്പിൾ ആയിട്ടൊന്നാണ് പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ PHC. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നുണ്ടോ? PHCയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്റർ കേട്ടിട്ടില്ലേ? നിങ്ങൾ പോയിട്ടുണ്ടോ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ? പോയിട്ടുണ്ടോ? പോവാത്തവരുണ്ടോ? പോവാത്ത ആരെങ്കിലും ഉണ്ടോ? അതായിരിക്കും എളുപ്പം അല്ലെ. നമ്മൾ ഓൾമോസ്റ്റ് മിക്ക ആളുകളും പോയിട്ടുള്ളതാണ് അല്ലെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകള്. അവിടെ എങ്ങനെയാ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ഔട്ട് പേഷ്യന്റ് രീതിയിൽ കൺസൾട്ട് ചെയ്യുന്നു, അതിനുശേഷം നമുക്ക് ആവശ്യമായ മരുന്ന് തരുന്നു, വാക്സിൻ എടുക്കണമെങ്കിൽ വാക്സിനേഷൻസ് തരുന്നു, തിരികെ പോരുന്നു അല്ലെ. നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നൊന്നുമില്ല അല്ലെ, നമുക്ക് അവർ ഔട്ട് പേഷ്യന്റ് ബേസിസിലാണ് എല്ലാം തരുന്നത്, ശരിയല്ലേ? അപ്പൊ അങ്ങനെ വളരെ, അതായത് എല്ലാ രോഗത്തിനും നമുക്ക് വളരെ നോർമൽ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് അവിടെ പോയിട്ട് കാര്യമില്ല, കാരണം അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി ഒന്നും അവിടെ നൽകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇപ്പൊ സീസൺ ആയിട്ടിപ്പോ നമുക്കറിയാം, ഒരു പനിയൊക്കെ ഇപ്പൊ ഒരു മഴക്കാലം ഒക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒക്കെ പനിയായിരിക്കും അല്ലെ, ഭയങ്കര തിരക്കായിരിക്കും അല്ലെ പ്രൈമറി ഹെൽത്ത് സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാല്. കാരണം അത് സീസണൽ പരമായിട്ടുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടുത്തെ മരുന്നുകൾ മതിയാകും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ പോലെയുള്ള
പ്രൈമറി കെയർ ഹോസ്പിറ്റലുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ PHC ഓർത്ത് വെക്കണം കേട്ടോ, ചോദിക്കാറുള്ളതാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ, ഫസ്റ്റ് പോയിന്റും അതുപോലെ തന്നെ PHCയുടെ എക്സ്പാൻഡ് ഫോമും നോക്കി വെക്കണം. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് PHC പഠിച്ചു വെക്കാം. Are the hospital that provide primary care? Primary care കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ എന്ന് പറയുന്നത്. Then primary care hospital are simple organization with limited resources. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഒരുപാട് ജീവനക്കാരൊക്കെ ഉണ്ടാവും അവിടെ. പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ഒരുപാട് ജീവനക്കാരുണ്ട്. നമ്മൾ വലിയൊരു ഹോസ്പിറ്റലിലെ പോലെ ഒരുപാട് ജീവനക്കാരുണ്ട് ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ അതിനനുസരിച്ചുള്ള സർവീസുകളോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ, ഉപകരണങ്ങൾ കുറവായിരിക്കും, സ്റ്റാഫുകൾ കുറവായിരിക്കും, മറ്റ് ഫെസിലിറ്റികൾ കുറവായിരിക്കും. അതിനനുസരിച്ചുള്ള സിമ്പിൾ ഓർഗനൈസേഷനും അതുപോലെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങളുമായിരിക്കും ഒരു പ്രൈമറി കെയർ ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി. പ്രൈമറി കെയർ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ, നമുക്ക് വേഗം വായിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സ്പീഡൊന്നും കൂടുന്നില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ ആണ് സെക്കൻഡറി കെയർ. സെക്കൻഡറി കെയർ എന്ന് പറയുന്നത് എന്താണ്? കേൾക്കുന്നില്ലേ? അമ്മയ്ക്ക് മാത്രമാണോ കേൾക്കാത്തെ? ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അമ്പിളിയുടെ അവിടെ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഒന്ന് ഇത്തിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിന്ന് നോക്കും കേട്ടോ. ഓക്കെ, അപ്പൊ സെക്കൻഡറി കെയർ എന്ന് പറഞ്ഞാല് ദീസ് ആർ ഹോസ്പിറ്റൽ ദാറ്റ് ഓഫർ മെഡിക്കൽ കെയർ വിച്ച് ഈസ് വൺ ലെവൽ ഹയർ ദാൻ പ്രൈമറി കെയർ. ചില സമയം ടൈമിലോ നമ്മുടെ ഇവിടെ ഓക്കെ ആണ് കേട്ടോ, ഓക്കെ ആണ്. ചിലപ്പോ നിങ്ങളുടെ അവിടെയുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നെറ്റ് ഇഷ്യൂവോ കാര്യങ്ങളോ കൊണ്ടായിരിക്കും ബ്രേക്ക് ആയി പോകുന്നത് കേട്ടോ. ഇവിടെ ഇപ്പൊ ഓക്കെ ആണ് കേട്ടോ. നോക്കി, these are hospital that offer medical care which is one level higher than primary care. ഒരു പ്രൈമറി കെയറിനേക്കാൾ കുറച്ചും കൂടി ഒരു ലെവല് മുന്നിലാണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. Such hospital will offer treatment such as general surgery, non-complex specialty surgeries, basic intensive care clinical procedure, cesarean delivery, etc. In government system, community health centeruകൾ അതിന്റെ expanded form ചോദിക്കാറുണ്ട്. CHC, community health center and divisional and district hospitals are considered as secondary care level hospital. പോയിട്ടുണ്ടോ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ലേ? അപ്പൊ അവിടുത്തെ ഫെസിലിറ്റി ഇപ്പൊ ഒന്ന് മനസ്സിലാലോചിക്കാം. എങ്ങനെയാ? നമ്മളൊരു പ്രൈമറി ഹെൽത്ത് സെന്റർ പോലെയല്ല അല്ലെ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അല്ലെ. സാധാരണ രീതിയിലുള്ള ഒരു ബേസിക് ലെവൽ കെയർ ഒന്നും അല്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിലൊന്നും അല്ലല്ലോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഔട്ട് പേഷ്യന്റ് ബേസിസിൽ മാത്രമാണോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? അല്ല അല്ലെ. ഇൻപേഷ്യന്റ് ബേസിസിലും ഒക്കെ നമ്മൾ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട് ഇല്ലേ? കൊടുക്കുന്നുണ്ടോ? ജനറൽ സർജറി, പൊതുവായിട്ടുള്ള സർജറികളൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ളതല്ല, അല്ലാത്ത രീതിയിലുള്ള ജനറൽ സർജറികൾ കൊടുക്കുന്നുണ്ട്. നോൺ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമല്ലാത്ത സ്പെഷ്യാലിറ്റി സർജറികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ബേസിക് ആയിട്ടുള്ള ICU കെയറുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിസേറിയൻ ഡെലിവറിക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജനറൽ ആയിട്ടുള്ള നോൺ കോംപ്ലക്സ് ആയിട്ടുള്ള കെയറുകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലുകൾ. അതിന്റെ രണ്ട് എക്സാമ്പിളുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ CHC പഠിക്കാം കേട്ടോ. അതിന്റെ എക്സ്പാൻഡ് ഫോം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവയെല്ലാം നമുക്കൊരു സെക്കൻഡറി കെയർ ലെവലിലുള്ള ഹോസ്പിറ്റലുകളായിട്ട് പരിഗണിക്കാവുന്നതാണ്. സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ ആർ ബെറ്റർ. ക്ലിയർ ആകുന്നില്ലേ?
കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഓക്കെ ഓക്കെ, അപ്പൊ രണ്ട് എക്സാമ്പിളുകൾ പറഞ്ഞു. ഇനി സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ ആർ better resourced than primary hospital and can handle a large number of emergency cases. ഇനി എന്താണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പ്രൈമറി ഹോസ്പിറ്റലിനേക്കാൾ, പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ റിസോഴ്സ്ഡ് ആയിരിക്കും അല്ലെ, കുറച്ചുകൂടി മികച്ച രീതിയിൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, മികച്ച രീതിയിൽ എക്യുപ്മെന്റ്സ് സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കും, മികച്ച രീതിയിലുള്ള ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കും. ഒരു ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസ് വന്നാലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങള് നമ്മൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കും. And most of the small hospitals, small and mid-sized private hospitals described in earlier section generally offer secondary care. അപ്പൊ നമ്മുടെ നേരത്തെ നമ്മൾ സൈസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ അതുപോലെയുള്ള പ്രൈവറ്റ്, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കാര്യം ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലെ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകള്, അതുപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഡിവിഷണൽ ഹോസ്പിറ്റൽ ഒക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ഇതിന് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. സ്മോൾ ഹോസ്പിറ്റൽ, നമ്മൾ നേരത്തെ പഠിച്ച സ്മോൾ ഹോസ്പിറ്റല്, മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലും ഒക്കെ ഈ ഒരു സെക്കൻഡറി കെയർ പരിചരണങ്ങളാണ് കൊടുക്കുക. അപ്പൊ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലുകൾ എന്ന് പറയുമ്പോൾ അവ നമ്മുടെ പ്രൈമറി കെയർ ഹോസ്പിറ്റലുകളെക്കാൾ കുറച്ചും കൂടി ഒരു ലെവലും കൂടി മികച്ചതായിട്ടുള്ള പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണ്. അതില് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള സർജറികൾ കൊടുക്കുന്നുണ്ട്, നോൺ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമല്ലാത്ത സ്പെഷ്യാലിറ്റി സർജറികൾ കൊടുക്കുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയറുകൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിസേറിയൻ ഡെലിവറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നോൺ കോംപ്ലക്സ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള സർവീസുകളാണ് ഇവർ കൊടുക്കുക. അതിന് രണ്ട് എക്സാമ്പിളുകൾ ഗവൺമെന്റ് സംവിധാനവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളുമാണ് നമ്മൾ പറയുന്നത്. ഇനി അതുപോലെ തന്നെ സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ ഒരു പ്രൈമറി കെയർ ഹോസ്പിറ്റലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർലി എക്വിപ്ഡ് ആയിരിക്കും. അതിനനുസരിച്ച് ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസ് വന്നാലും നമുക്ക് അതിനെ നേരിടാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പഠിച്ചതുമായി ബന്ധപ്പെട്ട് സ്മോൾ ഹോസ്പിറ്റലും നമ്മൾ നേരത്തെ പഠിച്ച മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലും ഒക്കെ അവര് കൊടുക്കുന്ന ആ കെയർ ഒക്കെ നമ്മുടെ ഈ ഒരു സെക്കൻഡറി കെയറിലാണ് ഉൾപ്പെടുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി. സെക്കൻഡറി കെയർ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? തേർഡ് വൺ ആണ് ടെർഷ്യറി കെയർ. തേർഡ് വൺ ടെർഷ്യറി കെയറിൽ പറയുന്നത് ദീസ് ആർ ഹോസ്പിറ്റൽ വിത്ത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ. ഇപ്പൊ കുറച്ചും കൂടി മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Generally, they offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc. The tertiary care hospital will have most advanced equipment and doctors' level of qualification and expertise. നമുക്കറിയാം ഒരു ടെർഷ്യറി കെയർ നല്ല ഉയർന്ന നിലവാരത്തിലുള്ള അഡ്വാൻസ്ഡ് ലെവൽ, ആധുനിക നിലവാരത്തിലുള്ള ഒരു പരിചരണം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ടെർഷ്യറി കെയർ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവർ പ്രധാനമായിട്ടും വാഗ്ദാനം ചെയ്യുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി കെയറുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ കാർഡിയാക് മേഖലയിലായിക്കോട്ടെ, ന്യൂറോ മേഖലയിലായിക്കോട്ടെ, നെഫ്രോ മേഖലയിലായിക്കോട്ടെ, ക്യാൻസർ റിലേറ്റഡ് ആയിക്കോട്ടെ, എല്ലാ
രീതിയിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആധുനിക രീതിയിലുള്ള പരിചരണങ്ങളാണ് ഇവര് നൽകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റലുകളിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉള്ള ലെവൽ ഓഫ് അവരുടെ ക്വാളിഫിക്കേഷൻ നിലവാരത്തിലാണെങ്കിലും അവരുടെ എക്സ്പീരിയൻസിലാണെങ്കിലും അല്ലെങ്കിൽ അനുഭവവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ മികച്ച ഡോക്ടേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. Then the operation theaters and ICU of such hospital will typically be state-of-art government system. The medical college hospital are tertiary care level. അപ്പൊ അവരുടെ ആ ഒരു ഹോസ്പിറ്റലിൽ ടെർഷ്യറി കെയർ ഹോസ്പിറ്റലുകളിൽ നൽകുന്ന അവരുടെ ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, ICU ആയിക്കോട്ടെ, എല്ലാം വളരെ മികച്ച രീതിയിൽ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇതിൽ വരുന്ന ഗവൺമെന്റ് സംവിധാനത്തില് ഇതിന് നമുക്ക് എക്സാമ്പിൾ പറയാവുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെയാണ് നമ്മുടെ ടെർഷ്യറി ലെവലിലുള്ള ഹോസ്പിറ്റലിൽ നമുക്കൊരു ഗവൺമെന്റ് സംവിധാനത്തിൽ പറയാൻ പറ്റില്ല. അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട്, പക്ഷെ നമ്മളൊരു ഗവൺമെന്റ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളെയാണ് നമുക്ക് പറയാൻ പറ്റുക. ഒരു ടെർഷ്യറി ഹോസ്പിറ്റൽ, ഒരു മെഡിക്കൽ കോളേജ് നിങ്ങൾ ആലോചിക്കാം, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹയർ ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. അവർ ഒരുപാട് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉണ്ടായിരിക്കും, നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള നല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് മികച്ച പരിചരണം, ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, ICU ആയിക്കോട്ടെ, മറ്റേതൊരു പരിചരണവും നല്ല ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പരിചരണങ്ങളായിരിക്കും. അതിൽ ഗവൺമെന്റ് സംവിധാനത്തിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാവുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണോ? അപ്പൊ നമ്മള് രണ്ടാമത്തെ ടൈപ്പും പഠിച്ചു കേട്ടോ. തേർഡ് വൺ ആണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. അവർ ഏത് തരത്തിലുള്ള ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ് ആ ഹോസ്പിറ്റല് മുന്നോട്ട് വെക്കുന്നത്, അതിനനുസരിച്ച് ഹോസ്പിറ്റലിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Hospital can also be classified on the basis of clinical speciality they offer. അവർ വാഗ്ദാനം ചെയ്യുന്ന ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി, ചികിത്സാപരമായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഏതാണ് അതിന്റെ ആശ്രയിച്ച് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനമാക്കിയിട്ട് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, hospital which offer cardiac care are classified as cardiac hospital, which provide which provide cancer care are also classified as onco hospital. നമ്മൾ പറയാറുണ്ട് അല്ലേ, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഏതിനെയാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ഏത് വിഭാഗമാണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇതിനെ എടുത്താൽ നമ്മൾ പറയാറില്ലേ. ചില ഹോസ്പിറ്റലിൽ നമ്മള് കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറയാറുണ്ട് അല്ലേ. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറയാറില്ലേ. എന്ത് കഴിഞ്ഞാൽ അവർ മറ്റു സർവീസുകൾ കൊടുക്കാതിരിക്കുന്നവരാണോ? അല്ല, മറ്റു സർവീസും എമർജൻസി കെയർ ഒക്കെ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ കുറച്ചും കൂടി അവർ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കൊടുക്കുന്നത് ആ ഒരു കാർഡിയാക് സ്പെഷ്യാലിറ്റി, കാർഡിയാക് കെയറിലായതുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ കാർഡിയാക് കെയർ ഹോസ്പിറ്റൽ എന്ന് പറയും. അതുപോലെ തന്നെ ചില ഹോസ്പിറ്റല് ക്യാൻസർ കെയർ കൊടുക്കുന്നതിലായിരിക്കും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുക. ആ ഒരു ഹോസ്പിറ്റൽ നമ്മൾ ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് പറയും, ഓങ്കോളജി അല്ലെങ്കിൽ ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് പറയും. അതുപോലെ തന്നെ a hospital can offer one or more specialty, namely single specialty or multiple specialty hospital. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരൊറ്റ സ്പെഷ്യാലിറ്റി മാത്രം കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആവില്ല, ഒന്നിൽ കൂടുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി സർവീസുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളും ഉണ്ടായേക്കാം. Also, depending upon the specialty that a hospital offer, the type of resources and its organization is determined. ഏത് സ്പെഷ്യാലിറ്റി ആണോ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് അതിനനുസൃതമായിട്ടാണ് ഏതൊക്കെ തരത്തിലുള്ള വിഭവങ്ങൾ അവിടെ വേണം, ഏതൊക്കെ തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണത് എന്നൊക്കെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുക.
For example, a cardiac hospital will need a cath lab and a cardiac ICU, while an onco hospital will require radiation therapy unit. ഓരോ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത സ്പെഷ്യാലിറ്റി എങ്കിൽ അവിടെ ഒരു ക്യാത്ത് ലാബ്, അതായത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം മുതലായവയ്ക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്യാത്ത് ലാബ് വേണം. അതോടൊപ്പം തന്നെ കാർഡിയാക് ICU വേണം. അതേസമയം ഒരു ഓങ്കോളജി അല്ലെങ്കിൽ ഒരു ഓങ്കോ ഹോസ്പിറ്റൽ, ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതെങ്കിൽ അവിടെ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റുകൾ ആവശ്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ പ്രസവവുമായി ബന്ധപ്പെട്ട, മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അങ്ങനെ ഓരോ ഓർത്തോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട് ഇല്ലേ? നമ്മുടെ ചുറ്റുവട്ടവും നമുക്ക് അങ്ങനെ പല ഹോസ്പിറ്റലുകൾ കാണാൻ പറ്റില്ലേ? പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? പോയിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ? ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമ്മൾ ആ ഒരു പേരിലാണ്. അപ്പൊ അത് ഏത് തരത്തിലുള്ള സ്പെഷ്യാലിറ്റി ആണോ അവർ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഹോസ്പിറ്റൽ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം എന്ന് പറയാറുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി, ക്ലിയർ അല്ലേ? ഫോർത്ത് വൺ ആണ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട്. On basis of ownership, a hospital can be classified as follows. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടമസ്ഥാവകാശം, ആരുടെ ഉടമസ്ഥതയിലാണ് ആ ഹോസ്പിറ്റലിൽ ആ ഒരു സ്ഥാപനം ഉള്ളത്, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമതാണ് പബ്ലിക് ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റൽ ഓൺഡ് ബൈ ഗവൺമെന്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതെ, പബ്ലിക് ഹോസ്പിറ്റൽ നമുക്ക് പൊതു ആശുപത്രികൾ, നമ്മുടെ ഹോസ്പിറ്റൽസ് എങ്ങനെയുള്ളതാ? ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഓണർഷിപ്പിൽ നടത്തുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ പോവാറുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോവാറുണ്ട് അല്ലെ? അപ്പൊ അതിനെയാണ് ഗവൺമെന്റ് പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതില് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുണ്ട്. അതായത് ഹോസ്പിറ്റൽ മാനേജ് ബൈ സെൻട്രൽ ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് മേൽനോട്ടം വഹിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അതായത് സച്ച് ആസ് AIMS ആൻഡ് PGIs. എന്താണ് AIMS? അതിന്റെ എക്സ്പാൻഡ് ഫോം പഠിച്ചു വെക്കണം കേട്ടോ. AIMS പഠിച്ചു എവിടെയെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കണേ. ഒന്ന് എഴുതി വെച്ചേ. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. AIMS എന്താ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇത് കഴിഞ്ഞോ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓക്കെ. PGI എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേറ്റ്. എഴുതി വെക്കണേ, നോട്ട് ചെയ്യണോട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. Postgraduate Institute of Medical Education and Research. കിട്ടിയോ? രണ്ടെണ്ണം എല്ലാവർക്കും ക്ലിയർ ആണോ? രണ്ടും കിട്ടിയോ? എഴുതി വെച്ചോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ. ചോദിക്കാറുണ്ട്, അത് പഠിച്ചു വെക്കണം കേട്ടോ. AIMS PGI കേട്ടോ. അത് രണ്ടും എങ്ങനെയുള്ളതാണ്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണ്. ഒന്നുകൂടി പറയണ്ടോ? AIMS എന്ന് പറഞ്ഞാല്
ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. PGIS എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഓക്കെ, ഇവ രണ്ടും എന്താണ്? മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. നമ്മുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ. അതിന് രണ്ട് എക്സാമ്പിളുകളാണ് AIMS, PGI. ഓക്കെ, അത് പഠിച്ചു വെക്കണം കേട്ടോ. അത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നോ അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കാം. രണ്ടാമത്തത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ളവ. Those managed by state government such as district hospital, നമ്മുടെ ജില്ലാ തലത്തിലുള്ള ആശുപത്രികൾ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് മാനേജ് ചെയ്ത് അല്ലെങ്കിൽ മേൽനോട്ടം വഹിച്ച് നടത്തുന്ന ഹോസ്പിറ്റലുകളാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓരോന്നിന്റെയും എക്സാമ്പിളുകളായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരുന്ന ഏതാണ്, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരുന്ന ഏതാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ വരുമ്പോ മാറിപ്പോവരുത്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ എഴുതാൻ പോലെ ഓപ്ഷൻ എല്ലാം ഉണ്ടാവും. അപ്പൊ അതിൽ വരുന്നത് ചൂസ് ചെയ്ത് എഴുതാൻ പറ്റണം. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹോസ്പിറ്റൽ വരുന്ന ഏതൊക്കെയാണ് അത് ചൂസ് ചെയ്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആണ് മനസ്സിലാക്കുക. മൂന്നാമത്തത് മുനിസിപ്പൽ ഹോസ്പിറ്റൽ, ദോസ് മാനേജ്ഡ് ബൈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടത്തിന്റെ തലവൻ ആരാ? ജില്ലാ ഭരണകൂടത്തിന്റെ തലവൻ? ആരാണ് നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ ഹെഡ് ആരാ? ഓരോ ജില്ലയുടെയും തലവൻ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെ? വെരി ഗുഡ്, ഡിസ്ട്രിക്ട് കളക്ടർ ആണ് കേട്ടോ. അപ്പൊ ഡിസ്ട്രിക്ട് കളക്ടർ ആണ് എന്ന് ഒന്ന് അന്വേഷിച്ചെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മിസ് പറഞ്ഞോട്ടോ. അപ്പൊ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലുകളെയാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത് എല്ലാ ജില്ലകളിലും ചില ഹോസ്പിറ്റലുകൾ അവരുടെ പരിധിയിൽ വരുന്ന ചില ഹോസ്പിറ്റലുകളാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലിനെയാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി നാലാമത്തതാണ് PSU ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോട്ടോ. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, those managed by specific PSU like railway, അതുപോലെ കോൾ ഇന്ത്യ ലിമിറ്റഡ്, നമ്മുടെ കൽക്കരി ഖനന കോർപ്പറേഷൻസ്. അങ്ങനെ ചില പ്രത്യേകമായിട്ടുള്ള പബ്ലിക് സെക്ടറിലുള്ള ഓർഗനൈസേഷൻസ് നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന പബ്ലിക് സെക്ടർ ഹോസ്പിറ്റലുകളും നിലവിലുണ്ട്. റെയിൽവേ അണ്ടർടേക്കിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട്. കോൾ ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ കൽക്കരി ഖനന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റുമായി ബന്ധപ്പെട്ട് അവർ നേരിട്ട് ഓൺ ചെയ്ത് അല്ലെങ്കിൽ നേരിട്ട് മാനേജ് ചെയ്യുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അതാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഓക്കെ, PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഓക്കെ, അപ്പൊ നമ്മളൊരു 4 എണ്ണമാണ് പഠിച്ചത്. ഇത് പബ്ലിക് ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ഗവൺമെന്റ് ഓൺ ചെയ്ത് നടത്തുന്ന ഹോസ്പിറ്റലുകളുമായി, ഉടമസ്ഥാവകാശത്തിൽ നടത്തുന്ന ഹോസ്പിറ്റലുകളുമായിട്ട് AIMSഉം PGIയും എന്തിൽ വരുന്നതാ? സെൻട്രൽ ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽ വരുന്നതാണ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആകുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ വരുന്നതാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലിനെയാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി PSU ആണെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് റെയിൽവേ, കോൾ ഇന്ത്യ ലിമിറ്റഡ് മുതലായിട്ടുള്ളവ മാനേജ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഹോസ്പിറ്റലുകളാണ് PSU ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 4 എണ്ണം ഓക്കെ ആണോ? ഓക്കെ, രണ്ടാമത്തേത് പറയാണ് നമ്മള്. സെക്കൻഡ് വൺ ആണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെ? ഹോസ്പിറ്റൽ ഓൺ ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ. ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ നേരിട്ട്, അതായത് ഉടമസ്ഥാവകാശത്തിൽ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് പ്രൈവറ്റ്
പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയും. നമ്മൾ പോവാറുണ്ട് അല്ലെ, ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പോവാറുണ്ട്. ചിലത് മാനേജ്മെന്റിന്റെ കീഴിലായിരിക്കും, ചിലത് ഒരു വ്യക്തിയായിരിക്കും അതിന്റെ ഓണർ അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്ന് പറയുന്നത്. അതിന് വരുന്നത് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ലാഭത്തിന് വേണ്ടിയുള്ള ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. അതായത് ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ്, ബിസിനസ് പർപ്പസ് അല്ലെങ്കിൽ ബിസിനസ് ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ചില പ്രോഫിറ്റിന് വേണ്ടി, ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കാറുണ്ട്. അത് ബിസിനസ് പർപ്പസ് അല്ലെങ്കിൽ ബിസിനസ് എന്നൊരു ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇല്ലേ, മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലും എന്തിനു വേണ്ടി തന്നെയാണ്? ബിസിനസ് പർപ്പസ് തന്നെയാണ് അല്ലെ. അല്ല എന്ന് പറഞ്ഞാൽ പോലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥാപനങ്ങളും ഇപ്പൊ ഹോസ്പിറ്റലുകളാണെങ്കിലും ഒക്കെ ബിസിനസ് അല്ലെങ്കിൽ അവർക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്. ഇല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളേ? ശരിയല്ലേ? നമുക്ക് കൂടുതൽ കെയർ നൽകുക എന്നുള്ളതാണോ, അത് അവർക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണോ അവരുടെ ഒരു എയിമായിട്ട് നിൽക്കുന്നത്? അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തന്നെയാണ് അല്ലെ. ഓരോ സർവീസുകൾക്കും നല്ലൊരു എമൗണ്ട് ആണ് നമ്മുടെ കയ്യിൽ നിന്ന്, സാധാരണക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് അല്ലെ. രണ്ടാമത്തത് ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ്. ഹോസ്പിറ്റൽ ദാറ്റ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ ഇൻ പാർട്ട്ണർഷിപ്പ്. ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പില് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പേരോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പില് അല്ലെങ്കിൽ ഒരു പങ്കാളിത്തത്തോടു കൂടി അല്ലെങ്കിൽ ഒരൊറ്റ വ്യക്തി ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഉടമസ്ഥാവകാശത്തിലുള്ള ഒരു ഹോസ്പിറ്റലിനെയാണ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Then third one ആണ് corporate hospital. The hospital owned by a private company. ഒരു പ്രൈവറ്റ് കമ്പനി ഉടമസ്ഥാവകാശം നൽകുന്ന അല്ലെങ്കിൽ ഉടമസ്ഥതയിലുള്ള ഒരു ഹോസ്പിറ്റലിനെയാണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നാലാമത്തത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ, അതായത് ലാഭേച്ഛ ഇല്ലാത്ത ഹോസ്പിറ്റലുകൾ. ഹോസ്പിറ്റൽ ഓൺഡ് ബൈ NGOs ഓർ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസോ, NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ, ഗവൺമെന്റിലുള്ളതല്ല. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റബിൾ ഓർഗനൈസേഷനോ നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥാവകാശത്തിൽ നടത്തുന്ന ഹോസ്പിറ്റലിനെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ദാറ്റ് ഡു നോട്ട് ഹാവ് എ ബിസിനസ് പർപ്പസ് കണക്റ്റഡ് വിത്ത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് ഉദ്ദേശമോ കാര്യങ്ങളോ ലാഭമോ അവര് ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ 4 എണ്ണമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അതായത് ഒന്നിലേലും ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ഉടമസ്ഥാവകാശത്തിൽ ഇരിക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിൽ 4 എണ്ണം നമ്മൾ പറഞ്ഞു. ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പിലോ നടത്തുന്ന അവരുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഒരു ഹോസ്പിറ്റലിനെയാണ് ഇൻഡിവിജ്വൽ ഓർ പാർട്ണർഷിപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മൂന്നാമത്തത് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനി ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത് നടത്തുന്ന ഹോസ്പിറ്റലിനെയാണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നാലാമത്തത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസോ ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഉടമസ്ഥാവകാശത്തിൽ നടത്തുന്ന ഹോസ്പിറ്റലിനെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ. അതായത് ഇതിനൊരു ബിസിനസ് പർപ്പസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉദ്ദേശം അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശമൊന്നും ഇല്ലാത്ത ഹോസ്പിറ്റലുകളെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ, ലാഭേച്ഛയില്ലാത്ത ആശുപത്രികൾ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓണർഷിപ്പ്, അതിന് എല്ലാത്തിന്റെയും എക്സ്പാൻഡഡ് ഫോമും അതുപോലെ തന്നെ എക്സാമ്പിളുകൾ ഓരോന്നിന്റെയും എന്തൊക്കെയാണുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു പബ്ലിക് ഹോസ്പിറ്റൽസിലാണ് കൂടുതലും എക്സാമ്പിൾ പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, അതായത് ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ളതല്ല, നോൺ ഗവൺമെന്റ് പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഓർഗനൈസേഷൻസ് എടുത്തത് ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസും ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓണർഷിപ്പ് വരെയും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ?
ഓക്കെ അല്ലേ? ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ മിസ് വരുമ്പോൾ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഒന്ന് ഓർമ്മിപ്പിക്കുക അല്ലെങ്കിൽ പറയാം കേട്ടോ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ഈ ഭാഗമൊക്കെ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റും. ചെറിയൊരു ചാപ്റ്റർ കൂടെ, ഇത്തിരി ഭാഗം കൂടെ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഫിഷായിട്ട് തുടങ്ങാം. നെക്സ്റ്റ് ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയൊന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.